വിശാൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ നാളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല വീഡിയോകളും പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും ഒരു പുതിയ പ്രതിഭാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിനെപ്പറ്റിയാണ് രണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയുടെ മുകളിൽ വെച്ച് കൂട്ടിമുട്ടാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും, നിങ്ങൾ ഒരു സയൻറ്റിഫിക് പ്രൂഫ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു മുന്നറിയിപ്പിനെ കുറിച്ചുള്ള പല വീഡിയോകൾക്ക് ശേഷം. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഗവേഷണത്തിൽ കണ്ടുപിടിക്കുകയുണ്ടായി, രണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയുടെ മുകളിൽ വെച്ച് കൂട്ടിയിടിക്കുമെന്നും അത് ഭൂമിയിലായിരിക്കുന്നവർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെന്നുമാണ് അവർ പറയുന്നത്. ആ പ്രതിഭാസം കാണുന്നതിന് വേണ്ടി പലരും കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യമൊന്നും അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ആത്മീയ രഹസ്യം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, 2024 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തൊരു പുതിയ നക്ഷത്രം ഉദിച്ചു. ഒരു വലിയ വാൽ നക്ഷത്രമായിരുന്നത്. അനേകരത് കണ്ടു. എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവർ വെറും 3 പേർ മാത്രമായിരുന്നു. 3 ജ്ഞാനികൾ എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യർക്ക് തെളിവ് കൊടുക്കുന്നുണ്ട്. ജ്ഞാനത്തിലൂടെ അതിൻ്റെ പിന്നിലെ അർത്ഥം യഥാർത്ഥത്തെ ഗ്രഹിക്കുന്നവരാണ് അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ആത്മീയമായ അനുഗ്രഹം അവർ പ്രാപിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഈ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം, ഈ സമയത്തിൽ ഈ മാസങ്ങൾക്കുള്ളിൽ ഈ പ്രതിഭാസം കാണാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു സംഭവം കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട്. കാരണം നാം ഏറെ നാളുകളായിട്ട് കാത്തിരിക്കുകയാണ് ഈ മുന്നറിയിപ്പിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, സമയം വളരെ സമീപത്തായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ തരത്തിലും ആത്മീയമായി പ്രധാനമായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുമാത്രം നാം പ്രാർത്ഥനയിലായിരിക്കുന്നുവോ, എന്തുമാത്രം നാം വിശുദ്ധിയിൽ ജീവിക്കുന്നുവോ, അത്രമാത്രം അനുഗ്രഹം ആ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കും. ഓർക്കുക, ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമായിരിക്കും. ഒരു പുതിയ പെന്തക്കോസ്തയായിരിക്കും. ഈ കാര്യം ആരും മറക്കരുത്. 2024 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പെന്തക്കോസ്തയെക്കാളും വളരെ ശക്തിയാർജിച്ച ഒരു പെന്തക്കോസ്ത അനുഭവമായിരിക്കും ഇത് വിശ്വാസജനത്തിന് വേണ്ടി. ഇതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ പുരോഹിതർക്കായിരിക്കും. അതിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള പുരോഹിതർ വലിയ ആത്മീയ ശക്തി കൊണ്ട് നിറയും എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പുരോഹിതർ ഇതിനെപ്പറ്റിയൊന്നും പറയാത്തതെന്ന്. നാം അതിനെപ്പറ്റി വിമർശിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ നാം അറിയില്ലല്ലോ. ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഈ മുന്നറിയിപ്പിൽ വഴിയായിട്ട് ലഭിക്കുക പുരോഹിതർക്കായിരിക്കും. കാരണം പുരോഹിതർക്ക് ആത്മീയ ശക്തി ലഭിച്ചാൽ മാത്രമേ അവർക്ക് ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കാനുള്ള ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പീഡനങ്ങളുടെ സമയത്തും ഉറച്ചു നിന്ന് ജനത്തെ നയിക്കാനുള്ള ശക്തി പുരോഹിതർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നോക്കുക, അപ്പസ്തോലന്മാർ അവർ പരിശുദ്ധാത്മാവിന് നിറഞ്ഞ അവസാനം രക്തസാക്ഷികളായി മാറി. അവർക്കും അറിയാമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ അവരെ
അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ അതിൽ അവർ സന്തോഷം കൊണ്ടു. ഈശോയ്ക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് അവർക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമായിരുന്നു. ആരാണ് കൊടുത്തത്? അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ് കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനുള്ള തീവ്ര അഭിലാഷവുമായിട്ട് ഇന്ന് മുതൽ നാം അതിനുവേണ്ടി ശരിക്കും ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നുണ്ട് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ തൻ്റെ ശിഷ്യന്മാരോടായിട്ട്, 7 പേരുള്ള ഒരു നിധി നിങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് നിങ്ങൾ എനിക്ക് തരണം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരിലുമുണ്ട്. അതെന്താണ്? ആദ്യം സ്നേഹം. സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും ഉപരിയായി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, എന്നേക്കാൾ ഉപരിയായി മാതാപിതാക്കളെയോ മക്കളെയോ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ സ്വത്തിനെയോ വീടിനെയോ എന്തു തന്നെയായാലും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അർത്ഥം വേറൊന്നുമല്ല, ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തെക്കാൾ ഉപരിയായി ആരെയും സ്നേഹിക്കരുത്. അങ്ങനെ ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന് ഉപദ്രവം വരുത്തുന്ന പാപങ്ങളിൽ നിന്നെല്ലാം നാം ഒഴിഞ്ഞു മാറി നിൽക്കും. അപ്പോൾ 1-ാമത്തെ നിധിയുടെ പേരാണ് സ്നേഹം. 2-ാമതായി ഈശോ പറയുന്നത് വിശ്വാസം. ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. വിശ്വാസ വർധനവ് എങ്ങനെയാണ് ഉണ്ടാകുക? ദിവസവും തിരുവചനം പാരായണം ചെയ്യുന്നതിലൂടെയും വചനം കേൾക്കുന്നതിലൂടെയുമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. നാം സാധാരണഗതിയിൽ പലപ്പോഴും പേരിന് വേണ്ടിയൊക്കെ വചനം വായിക്കുന്നവരാണ്, ചിലപ്പോൾ വിട്ടുപോകാറുമുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ടാങ്കിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ജലം പതുക്കെ പതുക്കെ തീർന്നു പോയി വരണ്ടു പോകുന്നത് പോലെ ഉള്ള അവസ്ഥ ആത്മാവിനുണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും വചന വായനയിൽ നിന്ന് പിന്തിരിയരുത്. എന്തുമാത്രം നാം വചനങ്ങൾ വായിക്കുന്നോ തിരുവചനം വായിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ വിശ്വാസ വർധനവ് ഉണ്ടാകുന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. 3-ാമത്തെ നിധിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ സന്മനസ്. നമുക്കെല്ലാവർക്കും ഒരു നല്ല മനസ്സുണ്ടായിരിക്കണം. ആ ആട്ടിടയന്മാരെ നോക്കുക. അവർക്ക് ആദ്യം മാലാഖമാരെ നേരിട്ട് കാണുന്നതിനും അതിനുശേഷം ജനകോടികൾക്ക് കാണാൻ സാധിക്കാതിരുന്ന ആ മഹാസൗഭാഗ്യം, രക്ഷകനായ യേശുക്രിസ്തുവിനെ കാണാനുള്ള ഭാഗ്യം, കർത്താവിനെ വണങ്ങി ആരാധിക്കുന്നതിന് ചുംബിക്കുവാനുള്ള ആ മഹാസൗഭാഗ്യം ലഭിച്ചത് അവരുടെ സന്മനസ്സുകൊണ്ടും എളിമ കൊണ്ടുമായിരുന്നു. അതുകൊണ്ട് നമുക്കും ഒരു നല്ല സന്മനസ്, എല്ലാവരുടെയും രക്ഷ നാം ആഗ്രഹിക്കണം. എല്ലാവരും രക്ഷ പ്രാപിക്കണം, എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കണം. നന്മനസ് ഉണ്ടായിരിക്കണം. 4-ാമത്തെ നിധിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ഉദ്ദേശശുദ്ധി. നാം എന്ത് ചെയ്താലും ആ ഉദ്ദേശം അത് പെർഫെക്റ്റ് ആയിരിക്കണം, അത് നല്ലതായിരിക്കണം, അത് നന്മ നിറഞ്ഞതായിരിക്കണം. ആ ഉദ്ദേശശുദ്ധി ശരിയായിരിക്കണം. മനസ്സിൽ കപടത വെച്ചുകൊണ്ട് ഒരിക്കലും നാം പെരുമാറരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ലക്ഷ്യം ദൈവത്തിന് പ്രീതികരമാകുന്നതിനും മറ്റുള്ളവർക്ക് നന്മ ഭവിക്കുന്നതിനും തൻ്റേതായ വിശുദ്ധിക്ക് വേണ്ടിയും ആയിരിക്കണം. അപ്പോൾ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, 5-ാമതായി ആത്മാർത്ഥത. ഏത് ജോലിയിലും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. താൻ ചെയ്യുന്ന ജോലി, താൻ എന്ത് ചെയ്താലും ഈശോ ഉള്ള സ്നേഹത്തെ പ്രതി അത് ചെയ്യണം. ഈശോ നേരിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ദൈവമെല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമല്ല
നമുക്കുള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ പ്രചോദനം ലഭിക്കുന്നുണ്ട്, നല്ല പ്രചോദനം. അതെന്താണ്? കർത്താവ് എൻ്റെ നല്ല പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടുന്ന് എനിക്ക് പ്രതിഫലം തരുമല്ലോ എന്നുള്ള ഒരു നല്ല അങ്ങനെയൊരു പ്രോത്സാഹനവും നമുക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കണം. അടുത്തതായി പ്രിയപ്പെട്ടവരെ, ഇന്ദ്രിയ നിഗ്രഹമാണ്. ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. ഈശോയുടെ തിരക്കത്തോടുള്ള ഭക്തിപൂർവം ചെല്ലുന്നവർക്ക് കർത്താവ് 12 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിലൊരു വാഗ്ദാനം ഇതാണ്: അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഞാൻ തിന്മയിൽ നിന്ന് സംരക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം തൻ്റേതായ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുക. കാരണം പിശാച് ഏറ്റവും കൂടുതൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയായിട്ടാണ് നമ്മെ പാപത്തിലേക്ക് ആകർഷിക്കുന്നുള്ള കാര്യം നാം മറക്കരുത്. കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 34:12 മുതലുള്ള വാക്യം, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ: ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? നാവിനെ തിന്മയിൽ നിന്നും അധരങ്ങളെ വ്യാജ ഭാഷണങ്ങളിൽ നിന്നും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ വാക്കുകൾ അതെ എന്നും അല്ല എന്നും ആയിരിക്കട്ടെ, ഇത് കൂടുതൽ വരുന്ന ദുഷ്ടനെന്ന് വരുന്നെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അധരത്തെ നിയന്ത്രിക്കുക, ചിന്തയെ നിയന്ത്രിക്കുക. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നത്. എന്താണ് ഈ ജീവിതം? നിത്യജീവനാണ്, വേറൊന്നുമല്ല. തൻ്റേതായ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നാം നിത്യജീവന് അർഹരായിത്തീരും. അവസാനമായി 7ാമത്തെ നിധിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ പരിത്യാഗത്തിൻ്റെ അരൂപി. ലോകത്തിൻ്റെതായ ഏതെല്ലാം കാര്യങ്ങളിലാണോ നമ്മുടെ താല്പര്യം, അതിനെയൊക്കെ ത്യജിക്കുക. സ്വർഗീയമായ കാര്യങ്ങളിലേക്കായിരിക്കട്ടെ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ. നമുക്ക് വിശുദ്ധാത്മാക്കളെ ദൈവം ഏറെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്ന പക്ഷം അനേകം നല്ല നല്ല സാക്ഷ്യങ്ങളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുണ്ട് വിശുദ്ധാത്മാക്കൾ. അവരുടെയൊക്കെ ജീവിത രീതിയിലേക്ക് നാം അവരുടെ ജീവിതാനുഭവത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്ന പക്ഷം തീർച്ചയായും നമുക്ക് വലിയ വലിയ പ്രചോദനങ്ങൾ ലഭിക്കും. അവരെ പോലെ നമുക്കും വിശുദ്ധരാകണമെന്ന്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഏറെ നാളുകളായി കാത്തിരിക്കുന്ന ഈ മുന്നറിയിപ്പ് വളരെ സമീപത്തെത്തി നിൽക്കുമ്പോൾ ഈശോ എന്താണ് പറയുന്നത്? മകനെ, മകളെ, നാളെ മുന്നറിയിപ്പുണ്ടാകുന്ന പക്ഷം നീ എപ്രകാരം അതിനുവേണ്ടി ഒരുങ്ങും? അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരുങ്ങുവാൻ കർത്താവ് നമ്മോട് പറയുന്നു. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? വരപ്രസാദത്തിലായിരിക്കുവാൻ ശ്രമിക്കുക എല്ലാവരും. എങ്ങനെയാണ് കൃപാവരാവസ്ഥയിൽ ജീവിക്കുക? ഒരു നല്ല കുമ്പസാരം നടത്തുക. സാധിക്കുമെങ്കിൽ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ പോവുക. വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസവും പരിശുദ്ധ കുർബാന കൈക്കൊണ്ട് ആ വരപ്രസാദത്തിൽ ജീവിക്കുന്നവർക്ക് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ആ ദിവസം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര വലിയ സന്തോഷത്തിനും ആനന്ദത്തിനും നിങ്ങൾ കാരണമാകും. കാരണം ആ വ്യക്തി സ്വർഗത്തിൽ ചെല്ലുന്ന പക്ഷം എന്തായിരിക്കും സ്വർഗീയ അനുഭവം എന്നുള്ളത് ഒരു 3 മണിക്കൂർ വരെ നമുക്ക് ഈ ഭൂമിയിൽ തോന്നിക്കുക. യഥാർത്ഥത്തിൽ 15 നിമിഷം വരെ ഉള്ളൂ എങ്കിലും നമുക്ക് 3 മണിക്കൂർ വരെ അനുഭവപ്പെടുന്ന ഒരു സ്വർഗീയ അനുഭൂതിയിലായിരിക്കും ഇങ്ങനെയുള്ളവർ. എന്നാൽ ഇതെല്ലാം കേട്ട ശേഷവും ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ നാം പാപത്തിൽ വീഴുന്ന പക്ഷം ഓർക്കുക,
ശുദ്ധീകരണ സ്ഥലത്തിലെ ഭയാനകമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഏതെല്ലാം അവയങ്ങൾ നാം പാപം ചെയ്തോ ആ പാപങ്ങളിൽ വലിയ വേദനയുണ്ടാവും. എന്നാൽ മാരക പാപത്തിലാണെങ്കിലോ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത നരകാഗ്നിയിൽ ഉള്ള ആ അനുഭവമായിരിക്കും. അവരൊക്കെ ഭയാനകമായ പീഡനങ്ങൾ അലറിക്കറിയുന്ന അവസ്ഥയുണ്ടാകും. ഇനിയും പലരും ഇതൊക്കെ മനസ്സിലാക്കി തന്നിട്ടും ഓരോ വ്യക്തിയും ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഓരോ വ്യക്തിയും ഈ മുന്നറിയിപ്പിൻ്റെ സമയത്ത് തൻ്റെ തന്നെ ആയ ആത്മാവിനെ നേരിൽ കാണും. ദൈവം എങ്ങനെ ഒരു ആത്മാവിനെ നോക്കി കാണുന്നുമോ അതുപോലെ തന്നെ താൻ ചെയ്ത പാപങ്ങൾ, താൻ ചെയ്യേണ്ടിയിരുന്ന നന്മകൾ, നാം ചെയ്യാതെ പോയ നന്മകൾ, അതെല്ലാം ഒരു സെക്കൻഡിനുള്ളിൽ നമ്മെ കാണിച്ചു തരും. അവിടെ യാതൊരു തെളിവിൻ്റെയും ആവശ്യമുണ്ടാകില്ല. കാരണം സമയവും ദിവസവും സ്ഥലവും എല്ലാം കാണിച്ചു തരും. ആർക്കും നോ പറയാത്തൊരവസ്ഥയായിരിക്കും അത്. മാത്രമല്ല നാം എല്ലാം നമ്മുടെ സൃഷ്ടിതാവിനെ, പിതാവായ ദൈവത്തെയും നാം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ നേരിൽ മുഖാമുഖം കാണും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ അനുതപിക്കുന്നവർക്ക് കർത്താവ് പുതിയ ജീവൻ നൽകും. ഈ ഒരു മുന്നറിയിപ്പെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് അവസാനമായി സകല മനുഷ്യവർഗത്തിന് നൽകുന്ന ഒരു അവസാന ചാൻസാണ്. ഇതുപോലൊരു ചാൻസ് പിന്നീട് ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാം കാണിച്ചു തരും. മാത്രമല്ല തീരുമാനമെടുക്കാനുള്ള സമയവും തരും. ഈശോയുടെ പീഡാനുഭവങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരും. നമ്മുടെ തന്നെ മനസാക്ഷി നമുക്കെതിരായി നമ്മോട് പറയും, നമ്മോട് ചോദിക്കും, ഇതാരാണ് ഇത് ചെയ്തത്? ഈശോയുടെ ഈ പീഡനങ്ങൾ ഇതാരാണ് ഇതിന് കാരണം? നാം തന്നെ നാം പറയും, നമ്മുടെ പാപങ്ങളാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് നമ്മെ പ്രതീക്ഷിച്ച് നമ്മുടെ മുമ്പിൽ കുരിശിൽ തൂങ്ങി കുറച്ച് സമയം മുമ്പിൽ നിൽക്കും. എന്തിനാണെന്നറിയാമോ? ഒരു തീരുമാനമെടുക്കുന്നത്. എങ്ങനെ? ആ നല്ല കള്ളനെ പോലെ പാപങ്ങളെ പ്രതി ആത്മാർത്ഥമായി അനുതപിച്ച് തിരിച്ചു വരുന്നതിനാണ്. കർത്താവ് പ്രകാരം പറയുന്ന, മകനെ മകളെ, ഞാൻ നിന്നെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും, പക്ഷെ നീ എൻ്റെ പക്കലേക്ക് വരണം. ഞാൻ നിന്റെ പാപങ്ങളെല്ലാം മോചിക്കും, പക്ഷെ നീ അനുതപിക്കണം. എത്ര നല്ല വ്യക്തിയാണെങ്കിലും അനുതപിക്കാത്തവർക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ വിശുദ്ധനും ഇപ്രകാരം പറഞ്ഞിരുന്നത്, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്ന്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇനി നമുക്ക് സമയമില്ല. ഇന്നു മുതൽ ആത്മാർത്ഥമായി ഒരുങ്ങുക. ആത്മാർത്ഥമായി ഓരോ നിമിഷവും തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തിക്കൊണ്ട് താൻ ചെയ്യുന്ന ജോലിയാകാം, തൻ്റെ യാത്രയാകാം, എന്തു തന്നെയായാലും ദൈവ സാന്നിധ്യത്തിലായിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. അപ്രകാരം നാം ചെയ്യുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ, നാം പാപം ചെയ്യില്ല.